ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ഈ ആഗ്രഹങ്ങൾ വെറുതെ കൊണ്ട് നടന്നാലും മതിയില്ല. അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളും നമ്മൾ കണ്ടെത്തണം, അല്ലേ? ഈ ആഗ്രഹങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കി മാറ്റുകയും വേണം. അതുമാത്രം ചെയ്താൽ പോരാ, അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണം. എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. ഇപ്പം നമ്മളൊക്കെ ഒരു പുതിയ വർഷത്തെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സമയം തന്നെയാണിത്. ഗോൾസ് വെറുതെ റെഡിയാക്കിയാൽ മാത്രം മതിയില്ല. ഈ ലക്ഷ്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതിനും അത് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കരസ്ഥമാക്കുന്നതിനും ഒരു സ്മാർട്ട് റൂൾ ഉണ്ട്. അത് അധിക പേരും കേട്ട് കാണും, അത് നടപ്പാക്കിയിട്ടുണ്ടാകും. പക്ഷെ ആ സ്മാർട്ട് റൂൾ മാത്രം മതിയില്ല നമ്മുടെ ഗോൾസിലേക്ക് എത്തിച്ചേരാൻ. ഈ സ്മാർട്ട് റൂൾ അറിയുന്നവരൊക്കെ അത് വെച്ചിട്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ആ ഗോൾസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്തതായിട്ട് വരും. ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്മാർട്ട് റൂൾ എന്താണെന്നുള്ളതും ആ സ്മാർട്ട് റൂൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഗോൾസിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്താണെന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ സ്മാർട്ട് റൂളിലെ എസ് ഡിനോട്ട് ചെയ്യുന്നത് സ്പെസിഫിക് എന്നാണ്, കൃത്യത. അതായത് എന്താണ് നമ്മുടെ ഗോൾ എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അടുത്തൊരു വർഷത്തിനുള്ളിൽ എനിക്ക് കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ കുറച്ച് ചെടികൾ എന്നുള്ളിടത്ത് ഒരു ക്ലാരിറ്റി കുറവുണ്ട്, അല്ലേ? അവിടെ ഏത് ഇനം ചെടികളാണ്, പൂക്കളുള്ളവയാണോ പഴവർഗ്ഗങ്ങളുള്ളവയാണോ എന്ന് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യണം. എത്രത്തോളം നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഗോളിന് ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം നമുക്ക് ആ ഒരു ഗോൾ ഈസി ആയിട്ട് തോന്നും. നമുക്ക് അതിലേക്ക് ഉള്ള വഴികൾ ഒന്നും കൂടി എളുപ്പമായിട്ട് കണ്ടുപിടിക്കാനും സാധിക്കും. നെക്സ്റ്റ്, സ്മാർട്ടിലെ എം ഡിനോട്ട് ചെയ്യുന്നത് മെഷറബിൾ എന്നാണ്. അതായത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഗോള് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അതായത് അളക്കാൻ സാധിക്കുന്നതായിരിക്കണം. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിക്കണം എന്നുള്ളിടത്ത് ഇത്ര ചെടികൾ ഞാൻ നട്ടുപിടിപ്പിക്കും എന്ന് നമ്മൾ ലക്ഷ്യമാക്കി വെക്കുക. അതായത് എത്ര എണ്ണം നമ്മൾ നമ്മുടെ ഗോളിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. നമ്മൾ ഇപ്പോൾ എത്രത്തോളം നട്ടുപിടിപ്പിച്ചു, ഇനി നമ്മളുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര കൂടി വേണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ഒരു കൃത്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഇതുതന്നെയാണ് ഈ ഒരു ക്വാളിറ്റി പറയുന്നത്, മെഷറബിൾ. നമുക്ക് നമ്മുടെ ആ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ പ്രോഗ്രസ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്രത്തോളം നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിനോട് നമ്മൾ അടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തൊരു ക്വാളിറ്റിയാണ് അച്ചീവബിൾ. അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോള് നമുക്ക് എത്രത്തോളം അത് നേടാൻ സാധിക്കുന്നതാണ് എന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രയത്നിച്ചാലാണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടും നല്ലൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. 6 എന്ന് വെച്ചിട്ട് വരുന്നതും അച്ചീവബിൾ പോലെ തന്നെ വരുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് നമ്മളുടെ ഗോള് റിയലിസ്റ്റിക് ആയിരിക്കണം. നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ഗോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മൂണിൽ ലാൻഡ് ചെയ്യണം എന്നാണ് ഗോള്. ആ മൂണിൽ ലാൻഡ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിക്ക് നമുക്ക് അതിനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ നമുക്ക് അറിയണം. എങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടോ, അങ്ങനെയുള്ള ഒരു ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് റിയലിസ്റ്റിക് ആയിരിക്കണം, റിയൽ ആയിട്ടുള്ളൊരു ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ ഗോൾസും റിയൽ ആയിക്കൊള്ളണം എന്നില്ല. മറ്റൊരാൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ നമുക്ക് റിയലിസ്റ്റിക് ആവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഫിലിം സ്റ്റാർ ആകണം എന്നുള്ളൊരു ഗോളാണ് ഉള്ളത്. അയാൾക്ക് അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അയാൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും പറ്റും. അതിനുള്ള മാർഗ്ഗങ്ങളും അയാളുടെ മുന്നിലുണ്ട്. സോ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കഴിവോ ഒരു ഫിലിം സ്റ്റാർ ആവാനുള്ള ക്വാളിറ്റിയോ അതിന് ഒരു സാധ്യതകളും ഇല്ലാത്ത ഒരാൾ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോൾ എന്തല്ല, റിയലിസ്റ്റിക് അല്ല. നെക്സ്റ്റ് വരുന്നത് ടി ഫോർ ടൈം ബോണ്ട്. ടൈം ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, എത്ര വരെ പ്രയത്നിക്കണം, അതായത് ആ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ആ ഒരു ടൈം ലൈൻ നമ്മൾ സെറ്റ് ചെയ്യണം.
ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു നിശ്ചിത അളവിൽ നമ്മളുടെ ഭാരം കുറയ്ക്കണമെന്ന് നമ്മൾ ഫിക്സ് ചെയ്യുക. ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡയറ്റ് പ്ലാനും റെഡിയാക്കി. ആ ഡയറ്റ് പ്ലാന് നമ്മൾ എന്ന് മുതൽ എന്ന് വരെ ഫോളോ ചെയ്യുമെന്നുള്ളത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു മാസത്തോളം ഫോളോ ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ജാനുവരി 1 ടു ജാനുവരി 30 വരെ ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യും, എന്നിട്ട് ഇത്ര ഭാരം ഞാൻ കുറക്കും എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, നല്ല ലക്ഷ്യങ്ങളും അതിലേക്കുള്ള റിസോഴ്സസും സാധ്യതകളും ഒക്കെ ഉള്ള ഒരാളായിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല. ആ ശ്രമം അയാൾ ഇങ്ങനെ നീട്ടി വെക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി അയാളുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈം ബോണ്ട് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ശ്രമത്തെ കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്നുള്ളത് ഒരിക്കലും തീരുമാനിക്കില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എക്സ്ട്രാ 2 പോയിൻറ്റ്സ് ഈ സ്മാർട്ട് പ്ലാൻ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യേണ്ട വേറെ 2 കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്മാർട്ട് എന്നുള്ളത് നമ്മൾ സ്മാർട്ട് എന്നാക്കണം. അതായത് ഇ ആൻഡ് ആർ എന്നുള്ള ലെറ്റേഴ്സോടെ അവിടെ വരുന്ന ഇ ഫോർ ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശോധിക്കുക എന്നാണ് മീനിങ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പരാജയപ്പെടുകയാണോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2023 മുഴുവൻ വർക്ക് ചെയ്യേണ്ട ഒരു പ്ലാനാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. 2023 മുഴുവനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ 2 വീക്സ് കൂടുമ്പോഴും ഓരോ 2 ആഴ്ച കൂടുമ്പോഴും നിങ്ങളുടെ ഗോളിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നു, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി നിങ്ങൾ ഗോളിലേക്ക് അതിനരികിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും പരിശോധിക്കുക. നെക്സ്റ്റ് വരുന്നത് ആർ ഫോർ റിവാർഡ്. റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ റിവാർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടും നമ്മുടെ ഗോളിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറും. വീണ്ടും നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്, വീണ്ടും ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുകയാണ്. ഈ ഒരു റിവാർഡ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെന്നെ ആയിക്കൊള്ളട്ടെ അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാം പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ സിലബസ് അല്ലെങ്കിൽ 1 or 2 സിലബസ് കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൂവി കാണും എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് റിവാർഡായിട്ട് മാറുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ മൂവി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനിൽ ആ 2 മൊഡ്യൂൾസ് നിങ്ങൾ തീർക്കും. എന്നിട്ട് ആ ഒരു മൂവി കാണും, വീണ്ടും ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്. നെക്സ്റ്റ് 2 മൊഡ്യൂൾസോട് തീർത്താൽ എനിക്ക് വീണ്ടും ഒരു മൂവി കാണാം എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടുകയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന റിവാർഡാണ്. ഇത് ഓരോരുത്തരെ വെച്ചിട്ടും ഇത് മാറും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇത്ര ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്മാർട്ടർ രീതിയിൽ നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.